പല കച്ചവടക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൊബൈൽ ഫോണിന്റെ ആണ്. മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത് പൂർണ്ണമായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത് എങ്കിൽ, സ്ഥാപനത്തിന്റെ പേരിലാണ് ബില്ല് എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ITC എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ചില കേസിൽ കുറച്ച് ഭാഗം പേഴ്സണൽ ആവശ്യത്തിനും കുറച്ച് ഭാഗം ബിസിനസ് ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ പ്രപ്പോർഷനേറ്റ് ക്രെഡിറ്റ് ഭാഗികമായിട്ട് ബിസിനസ്സിന് ഉപയോഗിക്കുന്ന അത്രയും പോർഷൻ മാത്രമേ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായിട്ടും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബില്ല് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ബില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ITC എടുക്കാം. അതല്ലാത്ത ഞാൻ പറഞ്ഞ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ ജോലിക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ ITC ഒരിക്കലും എടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അത് പിടിക്കപ്പെടുകയാണെങ്കിൽ ആ പൈസ ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചടക്കേണ്ടി വരും ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ.